ആന്റിയോടല്ലേ ചോദിച്ചേ ഇദ്ദേഹം എന്തിനാ ഇവിടെ വന്നേ? മീര എവിടെ അത്യാവശ്യമായിട്ട് പോവല്ലേ? മീര പോയിക്കോളൂ. എനിക്കറിയാം ഇദ്ദേഹം എന്തിനാ വന്നേന്ന്. ജാതകം നോക്കാൻ വന്നതല്ലേ? അല്ല, സാധാരണ തിരുമേനിമാരും ജ്യോത്സ്യന്മാരും കല്യാണം നിശ്ചയിക്കാനും ജാതകം നോക്കാനുമാണല്ലോ വരുന്നേ. സമയമൊക്കെ നോക്കൂ തിരുമേനി. എന്റെ സമയം ഒന്ന് നോക്കാമോ? നോക്കിയിട്ട് കാര്യമില്ലെന്നാ തോന്നുന്നേ. മീര ചെല്ല്. ആന്റിക്ക് എന്താ ഇത്ര ധൃതി? സത്യം പറയാലോ, എനിക്ക് സാധാരണ ഈ സ്വാമിമാരെയും ജ്യോത്സ്യമാരെയും സിദ്ധമാരെയും ഒന്നും കണ്ണെടുത്താ കണ്ടൂടാ. ഞാൻ തുറന്നു പറഞ്ഞാൽ വിഷമമൊന്നും തോന്നണ്ട. ആരോടാ സംസാരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞു വേണം എന്തെങ്കിലും പറയാൻ. മീരയ്ക്ക് എന്തു പറ്റി? ഇങ്ങനൊന്നും സംസാരിച്ചൂടാ. ഉള്ളിലുള്ളത് ഒളിച്ചു വെക്കാതെ ആരുടെയും മുഖത്ത് നോക്കി സധൈര്യം പറയുക എന്നുള്ളത് കളങ്കമില്ലാത്തവരുടെ ലക്ഷണമാണ്. കുട്ടിക്ക് എന്നോടെന്തോ ചോദിക്കാനുണ്ടല്ലോ. ചോദിച്ചോളൂ. പറഞ്ഞില്ലേ, വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ ചോദിക്കാം. എന്റെ മനസ്സിലൊരു പ്രശ്നമുണ്ട്. അതെനിക്ക് അനുകൂലമായിട്ട് വരുമോ പ്രതികൂലമായിട്ട് വരുമോ? ഞാനൊരു കഥ പറയാം. ഒരു കുട്ടി ഒരിക്കലൊരു സന്യാസിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഒരു ഈച്ചയെ പിടിച്ച് കൈക്കുള്ളിലാക്കിയിട്ട് ആ സന്യാസിയോട് ചോദിച്ചു, ഇതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന്. സന്യാസി ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഈച്ചയെ കൈക്കുള്ളിൽ വെച്ച് ഞെക്കി കൊന്നിട്ട് കൈ തുറന്ന് കാണിക്കും. ഇനി ജീവനില്ലാന്ന് പറഞ്ഞാലോ, കൈ തുറന്ന് ജീവനുള്ള ഈച്ചയെ കാണിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? സന്യാസി തോൽക്കുകയും ചെയ്യും. പക്ഷേ സന്യാസി പറഞ്ഞത് എന്താണെന്ന് കുട്ടിക്ക് അറിയോ? മകനെ, നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ നാവിലല്ല, നിന്റെ വിരലുകളിലാണെന്ന്. കുട്ടിയുടെ ഉള്ളിലെ പ്രശ്നം കുട്ടിക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നുള്ളത് കുട്ടിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്.